ലോക ഹൃദയ ദിനത്തിൽ നമ്മൾ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് എടുക്കുന്ന രണ്ടാം ദിവസം ചലഞ്ച്. സോഡ ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പെട്രോൾ എൻജിൻ അടിക്കേണ്ട ഒരു വണ്ടിയിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എൻജിനാണ്, അതിലേക്ക് ഡീസൽ അടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതേ അവസ്ഥയാണ് നമ്മൾ സോഡ ഡ്രിങ്കോ അതുപോലത്തെ ഷുഗറി ഡ്രിങ്ക്സ് കൊണ്ട് നമ്മളുടെ ഹൃദയത്തെ നമ്മൾ ഊട്ടുക എന്ന് പറയുന്നത്. പകരം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ ശ്യാമസുന്ദര മനോഹര കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരവൃക്ഷങ്ങളുടെ നാടാണ് കേരം. നമുക്ക് അതിന് പകരം ഒരു എന്ത് കുടിക്കാം? കോക്കനട്ട് വാട്ടർ കുടിക്കാം. ഓക്കെ, നമുക്കതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കോക്കനട്ട് വാട്ടർ കുടിക്കാം. ദൈവം കനിഞ്ഞെരുങ്ങിയ സോഫ്റ്റ് എന്താ പറയുക പാനീയമാണ് കോക്കനട്ട് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ലോക ഹൃദയ ദിനത്തിലെ ചലഞ്ചിലെ 3-ാം ദിവസം നമ്മളിന്ന് ചിരിക്കാൻ പോവുകയാണ്. ഒരു ഫ്രീ ബ്ലഡ് പ്രഷർ മെഡിസിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിരിയാണ്. നമുക്ക് എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഗ്രൂപ്പായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ മറ്റെവിടെയോ ഇരുന്നു കൊണ്ട് ഒന്ന് ചിരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ള ഹൂ 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 ഹി 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 ഹി. ലാഫ്റ്റർ യോഗ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനുവേണ്ടി പരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സ്മൈൽ ആൻഡ് ഹൃദ്രോഗങ്ങളെ തടയൂ. നമ്മുടെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കൂടുതൽ മസാല ചേർത്താൽ ബിരിയാണിക്ക് ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യുക. സ്ട്രെസ്സ് നമ്മുടെ ഹൃദയത്തിന് ഇഞ്ചുറി ഉണ്ടാക്കും, ബ്ലഡ് പ്രഷർ കൂട്ടും. ഇതെല്ലാം കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ചിരിയാണ്. വേൾഡ് ഹാർട്ട് ഡേ അല്ലെ ലോക ഹൃദയ ദിന ചലഞ്ചിൻ്റെ 4-ാം ദിവസം എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഹൃദയത്തെ നിങ്ങളെ കുത്തി നോവിപ്പിക്കുന്നൊരു കടാര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപ്പാണ്. അപ്പോൾ ഉപ്പടങ്ങിയ ഭക്ഷണങ്ങളൊന്നും ലഘൂകരിച്ച് നമ്മുടെ ഹൃദയത്തെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ഒരുപാട് ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പരമാവധി കുറക്കുക. അച്ചാറ്, പപ്പടം, കിപ്പടം, കുപ്പടം ഇതെല്ലാം കഴിച്ച് നമ്മുടെ ഹൃദയത്തിന് നമ്മൾ ഇഞ്ചുറിയാണ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ സംരക്ഷണം നേടുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ സംരക്ഷിക്കുക. ലോക ഹൃദയ ദിനം വരവായി. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചലഞ്ചിൻ്റെ 5-ാം ദിവസം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഓണം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഓണത്തിന് നമ്മൾ മാവേലിയെ വരവേറ്റ പോലെ നമ്മുടെ ഹൃദയത്തെ വരവേൽക്കാൻ പറ്റിയൊരു ഭക്ഷണമുണ്ട്. എന്താണെന്നറിയോ? അത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യസ്ത തരം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നമുക്ക് റെയിൻബോ ഭക്ഷണം എന്നാണ് പറയുക. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം നിങ്ങളോട് താങ്ക്സ് പറയും. നല്ലൊരു ഒരു പ്രണയത്തിൻ്റെ ഒരു മിടിപ്പ് നിങ്ങൾക്ക് സമ്മാനിക്കും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക എന്താ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളെ ഹൃദയത്തിന് നിങ്ങൾ ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. മറ്റുള്ളവർ നോക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളെ ഹൃദയ വലുത്. നിങ്ങൾ മറ്റുള്ളവർ എന്ത് പറയുന്നതെന്ന് വിചാരിച്ച് നിൽക്കണ്ട. ഒന്ന് ഡാൻസ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു പാട്ടിട്ടിട്ട് കുറച്ച് നേരം ഡാൻസ് ചെയ്താൽ അത് നിങ്ങളെ ഹൃദയത്തിന് സേഫാണ്, നിങ്ങളെ ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ അടുത്തെടുക്കുമ്പോൾ പോയിട്ട് ഒരു പാട്ടിട്ടിട്ട് ചെറുങ്ങനെ ഡാൻസ്. ആരെന്ത് വിചാരിക്കുന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ ഹൃദയത്തെയല്ലേ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. വേൾഡ് ഹാർട്ട് ഡേ ചലഞ്ചിൻ്റെ 6th ഡേയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള റെക്കമെൻഡേഷൻ ഇതാണ്. നിങ്ങൾ സ്ഥിരം ഇങ്ങനെ മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഹൃദയത്തിന് നിങ്ങൾ ഉണ്ടാക്കുന്നൊരു അപകടമാണ്. ഓരോ സ്ക്രോളിങ്ങും നിങ്ങൾ സ്ട്രെസ്സ് നടക്കുമ്പോൾ നിങ്ങളെ ഹൃദയത്തിനുള്ളിലേക്ക് നിങ്ങൾ വിഷവായു കടത്തിവിടുന്നതിന് തുല്യമാണ്. തീർച്ചയായിട്ടും ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഒരു ദിവസം പല തവണകളിലായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണുകളെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ എയറോപ്ലെയിൻ മോഡിലിടാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. അത് നിങ്ങളുടെ ഹൃദയത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷനായിരിക്കും. ലോക ഹൃദയ ദിനത്തിൻ്റെ 7-ാം ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരിക. ഇതൊന്നും പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഈ ചെവിയുടെ കേൾക്കാൻ വേണ്ടിയുള്ളതല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയുള്ളതാണ്. എല്ലാവർക്കും ലോക ഹൃദയ ദിനാശംസകൾ നേരുകയാണ്. ഹൃദയ ദിനാശംസകൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ദിവസമായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. എന്ത് തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തു എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ഓക്കെ.